ഒരു കൈനോട്ടക്കാരന്റെ വാക്കും വിശ്വസിച്ച് ബംഗളൂരുവിൽ ഒരാൾക്ക് നഷ്ടമായത് 31 ലക്ഷം രൂപയാണ്. ആദായ നികുതി വകുപ്പിന്റെ കോറമംഗല ഓഫീസിൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി ചെയ്യുന്ന 55-കാരനായ വി സത്യനാരായണനാണ് തട്ടിപ്പിനിരയായത്. ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുമാണ് ഇയാൾ ഇത്തരത്തിൽ പണം നൽകിയത്. 2025 ഡിസംബറിലാണ് സത്യനാരായണൻ ശേഖർ എന്ന വ്യാജ ജോത്സ്യനെ ഇയാൾ കണ്ടുമുട്ടിയത്. ഭാരതി നഗറിലെ ശ്രീ സർക്കിളിനടുത്തുള്ള സെന്റ് ജോൺസ് റോഡിന് സമീപം വഴിയരികിൽ തത്തയുമായി ഇരിക്കുകയായിരുന്നു ഇയാൾ. മുഖം നോക്കി ലക്ഷണം പറയാമെന്നും ജീവിതത്തിൽ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അവ നീക്കാൻ പ്രത്യേക പൂജ വേണമെന്നും ജോത്സ്യൻ പറഞ്ഞു. ഇതിനായി 50,000 രൂപയുടെ ചടങ്ങും നിർദ്ദേശിച്ചു. പൂജകൾ പൂർത്തിയാക്കിയ ശേഷം വിവരങ്ങൾ അറിയിക്കാമെന്ന് ഉറപ്പും നൽകി. കുറച്ചു ദിവസം കഴിഞ്ഞ് കൈനോട്ടക്കാരൻ പൂജ നടത്തിയതായി അറിയിച്ചു. തൊഴിലിൽ പുരോഗതി നേടാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും കൂടുതൽ ശക്തമായ പൂജകൾ ആവശ്യമാണെന്ന് ശേഖർ പറഞ്ഞു. ആദ്യം താല്പര്യം കുറഞ്ഞ ഉദ്യോഗസ്ഥന് കുറച്ചു ദിവസം കഴിഞ്ഞ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തടസ്സം വന്നതോടെ വ്യാജ ജോത്സ്യന് വീണ്ടും വിശ്വാസമായി. പരിഹാര ചടങ്ങിനായി വീട്ടിൽ നിന്ന് സ്വർണവും വെള്ളിയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ഫെബ്രുവരി 20-ന് 55-കാരൻ തന്റെ വീട്ടിലിരുന്ന 194 ഗ്രാം സ്വർണവും 1.3 കിലോയുടെ വെള്ളി ആഭരണങ്ങളും കൈനോട്ടക്കാരനെ ഏൽപ്പിച്ചു. 28 ലക്ഷം രൂപയുടെ സ്വർണവും 3 ലക്ഷം രൂപയുടെ വെള്ളിയും ഉൾപ്പെടെ 31 ലക്ഷം രൂപയാണ് ഇതിന്റെ മൂല്യം കണക്കാക്കപ്പെടുന്നത്. ചടങ്ങുകൾ പൂർത്തിയായി ഒരു ദിവസത്തിനുള്ളിൽ വസ്തുക്കൾ തിരികെ നൽകുമെന്ന പ്രതി ഉദ്യോഗസ്ഥനോട് ഉറപ്പ് നൽകിയതായി പറയുന്നു. എന്നാൽ ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണെന്ന് പറഞ്ഞ് അയാൾ ഒരാഴ്ചയോളം ആഭരണങ്ങൾ തിരികെ നൽകിയില്ല. പകരം കുടുംബവും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് പൂർണ്ണമായി കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടെ ഉദ്യോഗസ്ഥൻ പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു.